ഹായ് നമസ്കാരം. എന്തൊട്ട് കെടികളെ സുഖങ്ങളൊക്കെ തന്നെയല്ലേ? നമ്മുടെ തൃശ്ശൂരിൻ്റെ MP സുരേഷ് ഏട്ടൻ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ? കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ചെമ്പുഗോപി അണ്ണൻ വീണ്ടും തൃശ്ശൂർ കാലുകുത്തി എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. കാരണം ഇപ്രാവശ്യം തൃശ്ശൂർ കോർപ്പറേഷൻ എന്ത് വില കൊടുത്തും ഞങ്ങൾ നേടും എന്നാണ് അണ്ണൻ പറയുന്നത്. അണ്ണൻ നേടിയ മാർഗങ്ങളൊക്കെ നമുക്കറിയാലോ അല്ലേ? ഇപ്രാവശ്യം ഇലക്ഷനിൽ ബംഗാളിയെ വരെ കൊണ്ടുവന്ന് അവിടെ വോട്ട് ചേർത്ത് വിജയിപ്പിച്ചതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ പോരാത്തതിന് നമ്മുടെ ഒട്ടവും ഗോപാലൻ ഒരു 1.5 മാസ് ഡയലോഗ് ഇട്ട് നിങ്ങൾ കേട്ടായിരുന്നല്ലോ. അങ്ങ് കാശ്മീരിൽ നിന്ന് വരെ ഞങ്ങളുടെ ആളെ ഇറക്കി ഞങ്ങളിവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ എന്തായാലും നമുക്ക് അണ്ണൻ്റെ ഒരു പ്രസംഗം ഒന്ന് കേട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട 2-3 വീഡിയോ ഒന്ന് കാണാനുണ്ട്. നേരെ ഇതൊന്ന് കണ്ടുപോയിക്കോ നിങ്ങൾ. ഈ തൃശൂർ കോർപ്പറേഷന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കുന്ന പക്ഷം കോർപ്പറേഷനിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യ സോളാർ വൈദ്യുതി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നൽകും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പദ്ധതി. അപ്പൊ നമ്മുടെ അണ്ണൻ അവിടെ ഇരിപ്പുണ്ടെന്നേ. ഏത് നമ്മുടെ തൃശ്ശൂരിന്റെ MP അതായത് മന്ത്രിയില്ലേ, അവിടെ ഇരിപ്പുണ്ട്. പുള്ളിയെ ഇരുത്തിക്കൊണ്ടാണ് ഈ ഒരു വാഗ്ദാനം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മുടെ സുരേഷ് ഏട്ടൻ ഇങ്ങനെ വാഗ്ദാനങ്ങൾ ഇങ്ങനെ വാരി വെതറി അങ്ങോട്ട് ഇട്ടായിരുന്നു. അതായത് തൃശ്ശൂർ മാർക്കറ്റ് ഹൈടെക് ആക്കും, പിന്നെ 2 വരി പാത കൊണ്ടുവരും, പിന്നെ ഒരു മിനി എയർപോർട്ട് ഉണ്ടാകും, അതുപോലെ നമ്മുടെ എയിംസ് കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് പദ്ധതികൾ അങ്ങ് വാരി വിതറി അങ്ങോട്ട് എറിഞ്ഞു. കാരണം അവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് അങ്ങ് കുത്തി, ബാക്കി പിന്നെ അവരുടെ കഴിവുകൊണ്ട് അവരും കുറെ അങ്ങോട്ട് കുത്തി. അണ്ണൻ അങ്ങോട്ട് ജയിച്ച് കയറി കേട്ടാ. ജയിച്ച് കയറി കഴിഞ്ഞിട്ട് അണ്ണനെ പിന്നെ ആ ഒരു ഏരിയയിലോട്ട് കണ്ടിട്ടില്ലെന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. എന്താണെങ്കിലും ഈ ഇലക്ഷൻ അടുത്തപ്പോഴത്തേക്ക് നമ്മുടെ അണ്ണൻ വീണ്ടും അവിടെ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ മുമ്പിൽ വെച്ചിട്ട് അണ്ണൻ നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ട് കേട്ടോ. ആ ഒരു പ്രഖ്യാപനം ഒരു 1.5 പ്രഖ്യാപനമാണ്. കേൾക്കാതെ പോകരുത്. നമുക്ക് എന്തായാലും അണ്ണന്റെ പ്രഖ്യാപനം ഒന്ന് നോക്കാം. തൃശ്ശൂരിൽ ജയം പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്ത ദിവസം ശ്രീ നരേന്ദ്രമോദി സംവിധാനം ചെയ്യുന്ന വികസനത്തിന്റെ സ്വരൂപം തൃശ്ശൂരിൽ പതിവ് ചെയ്യാൻ തുടക്കം കുറിക്കപ്പെടും. നേരിട്ടായിരിക്കും അദ്ദേഹം ശക്തൻ മാർക്കറ്റിനെ സംബന്ധിച്ചായാലും, സ്വരാജ് റൌണ്ടിനെ സംബന്ധിച്ചായാലും, ശക്തൻ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചായാലും, തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം ആരും മറക്കണ്ട. എയർപോർട്ടിന് സമാനമായ ഒരു ഇനി അതൊരു 2 ലൈനൂടെ കൂട്ടാനുള്ള സൌകര്യം വന്നു കഴിഞ്ഞാൽ ഇനിയും അതിൽ കുറച്ച് കറക്ഷൻ വന്ന് കുറച്ചുകൂടി വികസിതമായ ഒരു റെയിൽവേ സ്റ്റേഷന് നമുക്ക് സാധ്യതയുണ്ട്. അത് മാർച്ച് മാസത്തോടുകൂടി തുടങ്ങും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏപ്രിലിലെങ്കിലും വിഷുവിന് അതിന്റെ പണികൾ തുടങ്ങും. ഇപ്പോൾ അതിന്റെ ഫൈനൽ സർവേയും മാർക്കിംഗും നടക്കുകയാണ്. കുറ്റിയടിച്ച് വാനം തോണ്ടി അതിന്റെ പില്ലറുകൾ വന്നു കഴിഞ്ഞു. ബേസ് വർക്ക് തുടങ്ങും ഏപ്രിലിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 30 മാസത്തെ സമയമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ നരേന്ദ്രമോദി തന്നെ നേരിട്ട് വരണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. തൃശൂർക്കാർ അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ചിന്തിക്കാൻ പറ്റാത്ത ഒരു വിജയരേഖ തൃശൂർക്കാർ കുറിച്ചിട്ടുണ്ടെങ്കിൽ ഈ വികസനത്തിന്റെ തുടക്കം കുറിക്കുന്നതും അദ്ദേഹത്തിന്റെ കൈകൊണ്ടാവണം. അതിന് അദ്ദേഹത്തിനൊരു ഉത്തരവാദിത്വമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അതൊക്കെ നടക്കട്ടെ. അപ്പോ കോർപ്പറേഷൻ BJP NDA സഖ്യം ഭരിക്കണം എന്നത് ഞങ്ങളുടെ പ്രാർത്ഥനയും അപേക്ഷയും നിങ്ങളുടെ നിശ്ചയവുമായി മാറണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം. അടുത്ത ഏപ്രിൽ മെയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ 7-8 സീറ്റുണ്ടെങ്കിൽ അതിൽ 4 ഉറപ്പായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ. അത് അക്കൗണ്ട് പൂട്ടിച്ചത് നിങ്ങളല്ല. നിയമം അക്കൗണ്ട് അങ്ങനെ ഒരാൾക്കും തല ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ പൂട്ടിച്ചു എന്ന് പറയാനൊക്കത്തില്ല. നാണിച്ച് തല കുനിച്ച് പറയാം, ഞങ്ങൾ ചില രാഷ്ട്രീയ വിക്രിയകളിലൂടെ വക്രത്തിലൂടെ അത് നശിപ്പിച്ചു എന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാൻ സാധിക്കൂ. അത് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയല്ല ചെയ്യുന്നത്. നേമം മണ്ഡലത്തിലെ ജനങ്ങൾ BJP ഭരണം നേമം അടക്കമുള്ള മണ്ഡലങ്ങളിൽ നേടും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് നേടിയിരിക്കും. അതിലൊന്നും ഭയപ്പെട്ട്
ഇപ്പോഴേ മന്ത്രി പുങ്കവന്മാരൊന്നും ഒരുപാട് ഇളകണ്ട, അതിന്റെ ആവശ്യമില്ല. ജനങ്ങൾ തീരുമാനിക്കട്ടെ. നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞങ്ങളുമല്ല തീരുമാനിക്കുന്നത്, ജനങ്ങൾ തീരുമാനിക്കും. ആ ജനങ്ങൾ തീരുമാനിക്കട്ടെ. കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് ഭരണം പിടിക്കുക എന്ന് തന്നെയായിരിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച തീവ്രമായ പ്രചരണത്തിന്റെ, സത്യസന്ധമായ വളരെ ആത്മാർത്ഥമായ പ്രചരണ പ്രവർത്തനം, പ്രയത്നം. അതൊരു യജ്ഞമായിരിക്കണം. അതുകൊണ്ട് നമുക്കല്ല ഗുണമുണ്ടാവുന്നത്. കൊല്ലത്തെ ഞാനൊരു പക്ഷെ എന്നിൽ ഇന്ന് ആ പാർലമെന്റിൽ ചെന്നിരിക്കുമ്പോൾ, എൻ്റെ മന്ത്രി കസേരകളിൽ ചെന്നിരിക്കുമ്പോൾ എനിക്ക് എല്ലാ തരത്തിലുള്ള എൻ്റെ നല്ല സുഹൃത്ത് ബന്ധം എന്നെ നേർവഴിക്ക് നയിച്ച എൻ്റെ ഗുരുവൃന്ദം, എനിക്ക് 2 സരസ്വതി ക്ഷേത്രങ്ങൾ, എൻ്റെ ഇവിടുത്തെ ആരാധനാലയങ്ങൾ, എൻ്റെ അച്ഛനും അമ്മയും, ഇവിടുത്തെ വായു, ഇതെല്ലാം എനിക്ക് ഒരവകാശവും എന്റെ മേൽ ഒരു അവകാശവും സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഉത്തരവാദിത്വമാണ് ഈ അവസാന ദിവസങ്ങളിൽ ഒരിടത്തെങ്കിലും വന്ന് എന്റെ ഹൃദയം ഇവിടെ പങ്കുവെക്കണമെന്നുള്ളത്. ഞാൻ രാഷ്ട്രീയമേ അല്ല സംസാരിച്ചത്. രാഷ്ട്ര നിർമ്മാണത്തിന് കൊല്ലം കൂടി പങ്കാളികളാകൂ. മോദി ഭരണത്തിന്റെ നന്മ കൊല്ലത്തും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയോ സ്വപ്നം കാണുകയോ അല്ല. ഇതെന്റെ നിശ്ചയം കൂടിയാണെന്ന് കരുതി എല്ലാവരും എനിക്കൊപ്പം അണിചേർന്ന് എന്റെ രാഷ്ട്രീയ കക്ഷിയുടെ സ്ഥാനാർത്ഥികളെ 56 പേരെയും ജയിപ്പിക്കാൻ നിങ്ങൾ പ്രയത്നിക്കണം. സമ്മതിദായകർ, മണ്ണിന് വേണ്ടി വോട്ട് ചെയ്യണം. നമ്മുടെ മണ്ണിന് വേണ്ടി വോട്ട് ചെയ്യണം. ഒരു രാഷ്ട്രീയക്കാരന്റെയും മണ്ണല്ല ഇത്. വേറെ ഭാഷയിലാണ് ഒരു സിനിമയെ പറഞ്ഞിട്ടുള്ളത്. അതെടുത്ത് ഉദ്ധരിച്ച് നടക്കുന്നുമുണ്ട്. വർക്കൊക്കെ അതുണ്ടോന്ന് കൂടി അവരന്വേഷിക്കും, അല്ലേ? നമ്മളെ നോക്കി പറയാം. കാരണം നമുക്കതുണ്ട്. അത് ഒറ്റയുമാണ്. ഒറ്റ. അപ്പൊ നമ്മുടെ രാജാവ് അവിടെ ഇരുന്നുകൊണ്ട് ഈ ഭടന്മാരെയൊക്കെ ഇങ്ങനെ പുറയിൽ നിർത്തി പ്രജകളൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്നു. വീണ്ടും രാജാവിന്റെ ഗീർവാണത്തിന്റെ ഓരോ ലിസ്റ്റ് അങ്ങോട്ട് എടുത്തിട്ട് കൊടുത്തു. അതായത് ഇതൊക്കെ ഇവിടെ സാധ്യമാകും. നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ടിങ്ങി വരും. ഇതെല്ലാം നടപ്പാക്കാൻ പോകുന്നത് തൃശ്ശൂരുകാർ എനിക്കൊരു വിജയം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പണികൾ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും എന്നാണ് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീണ്ടും ആ പഴയ തന്ത്രവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ പറയുന്ന വികസനങ്ങളൊക്കെ നരേന്ദ്രമോദിയിലൂടെ അദ്ദേഹം നേരിട്ട് വന്ന് ഇവിടെ നടപ്പാക്കും. അതാണ് എൻ്റെ ആഗ്രഹം. പ്രജകളെല്ലാം കേട്ടല്ലോ അല്ലേ? ഒരു പ്രാവശ്യമേ ആൾക്കാർക്ക് അബദ്ധം പറ്റത്തുള്ളൂ. 2ാമത്തെ പ്രാവശ്യം പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അബദ്ധം എന്നല്ല പറയുന്നത്, അത് നിങ്ങളുടെയൊക്കെ വിവരക്കേടും കഴിവുകേടുമാണെന്ന് പറയാനേ പറ്റത്തുള്ളൂ. എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങൾ അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു ജനസമൂഹമല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസം നന്നാകണമെന്നുണ്ടെങ്കിൽ 13-ാം തീയതി ഈ പറയുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ നമ്മുടെ അണ്ണന്റെ കൈകളിലേക്ക് കൊടുക്കുകയോ ഇല്ലയെന്നും കൂടെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റുകളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ കോവിഡ് തമ്പുരാന്റെ ഈ മാസ് ഡയലോഗിനുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.